Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. Gifts, arts and craft items, hamper boxes, electric toy vehicle, educational items, traveling and school bags, trolley boxes, office stationery, photo frame നിർമ്മിച്ചു നൽകുന്നു. Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. വ്യാഴാഴ്ച പുലർച്ചെ പന്നിത്തടുത്തുണ്ടായ വാഹന അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി ഫോട്ടോഗ്രാഫർ സന്യ. വ്യാഴാഴ്ച പുലർച്ചെ 1:30 അപകടമുണ്ടായത്. പന്നിത്തടം സെന്ററിൽ KSRTC ബസും കണ്ടെയ്നർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഈ സമയം സെന്ററിലുള്ള ചിന്നൂസ് എന്ന പേരിലുള്ള തന്റെ സ്റ്റുഡിയോയിൽ വ്യാഴാഴ്ച നൽകുവാനുള്ള ഫോട്ടോ ആൽബം തയ്യാറാക്കുകയായിരുന്നു സന്യ. വലിയ ശബ്ദവും നിലവിളിയും കേട്ട് ഓടിയെത്തിയപ്പോഴാണ് സന്യ അപകടത്തിന്റെ ഭീകര ദൃശ്യം കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. വാഹനങ്ങളിൽ നിന്ന് പരിക്ക് പറ്റിയവരെ പുറത്തിറക്കുവാനും ആംബുലൻസുകളിൽ കയറ്റുവാനും റോഡിലൂടെ വരുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കുവാനും സന്യ മുന്നിലുണ്ടായിരുന്നു. പുലർച്ചെ 5 മണിയോടെയാണ് സന്യ അപകട സ്ഥലത്ത് നിന്ന് മടങ്ങിയത്. നമ്മൾ സ്റ്റുഡിയോയിലായിരുന്നു. അപ്പോൾ ഇവിടെ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ഓടി വന്ന് നോക്കണത്. അപ്പോൾ KSRTC മീൻ വണ്ടിയാണ് തമ്മിൽ ഇടിച്ചിരിക്കുന്നത്. കോഴിക്കോട് കുമളിക്ക് പോകുന്ന KSRTC ബസ് പന്നിത്തടം കേച്ചേരി റോട്ടിലേക്ക് കടക്കുന്നതോട് കൂടിയിട്ട് മീൻ വണ്ടി വടക്കാഞ്ചേരി റോട്ടിലേക്കായിരുന്നു കടക്കുണ്ടായിരുന്നത്. അങ്ങനെ ഇടിയുണ്ടായതാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ യാത്രക്കാർ പറഞ്ഞു മീൻ വണ്ടിയിലെ ഡ്രൈവറെ ചില്ല് ഇതായിട്ട് ഇങ്ങനെ ഇടിച്ച ഇതിൽ തെറിച്ച് വീണു എന്ന് പറഞ്ഞു. പുറത്തേക്ക് KSRTC ഡ്രൈവർ പുറത്തേക്ക് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തലയ്ക്ക് നല്ല പരിക്കുമുണ്ട്, നല്ല പോലെ രക്തം പോയിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് പേരെ അല്ലമീനും പിന്നെ നമ്മുടെ മലങ്കര ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. KSRTC ഡ്രൈവർക്ക് ഇത്തിരി സീരിയസ് ആണ്. കണ്ടക്ടർക്ക് കാലിന് പരിക്കുണ്ട്. പിന്നെ അതിലൊരു സർജറി കഴിഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിനും സീരിയസ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി. You are watching VCV News.